ഇപ്പൊ ഇൻസ്റ്റ ഇപ്പൊ സ്ക്രോൾ ചെയ്യാനേ ഇൻസ്റ്റ മൊത്തം നമ്മുടെ ബിഗ് ബോസ് താരങ്ങളുടെ ക്രിക്കറ്റ് കളിയാണ് നടക്കുന്നത്. കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ ക്ലിപ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫുള്ള് കോമഡിയാണ് ഗൈസ്. അവരെന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. ഇന്നലെ ജാൻമണി ചേച്ചിയൊക്കെ എന്താ കളി, എന്റെ ദൈവമേ. നോക്ക് എന്താ കാണിക്കുന്നത്. ഔട്ടായിട്ട് പോലും ഓടുക, അതുപോലും അറിയില്ല. സ്വന്തമായിട്ട് സ്റ്റംപ് ഔട്ടായെന്ന് പോലും പുള്ളിക്കാരിക്ക് അറിയില്ല. എന്നിട്ടാണ് ഇങ്ങനെയാണോ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത്? ഇതിനു മുന്നുള്ള സീസണുകളിലൊക്കെ എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ ഇയറിലും മുമ്പത്തെ ഇയറിലൊക്കെ ഇത്തിരി ഭേദം ഉണ്ടായിരുന്നു. ഈ ഇയറിൽ എന്താ ഇങ്ങനെ ഇവര് കളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആണോ എനിക്കറിയില്ല. എന്തായാലും പുള്ളിക്കാരി അവിടെ സ്റ്റംപ് ഔട്ട് ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കളി കണ്ടിട്ട്. എന്നിട്ടും ഓടുവാണ് സ്കോറിന് വേണ്ടിയിട്ട്. എതിരായിട്ട് നിൽക്കുന്നത് അനീഷാട്ടോ. അനീഷും ജാൻമോണിയും കൂടെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരി സ്റ്റംപ് ഔട്ട് ആയിട്ടും പുള്ളിക്കാരി വീണ്ടും ഓടുവാണ്. എന്താല്ലേ, നമുക്ക് വേറെ ക്ലിപ്പ് നോക്കാം. അടുത്ത മെയിൻ ആള് വന്നിട്ടുണ്ട്. നമ്മുടെ നെവിൻ ആണ് ഗൈസ്. നമ്മുടെ ബോൾ എറിയുന്നത് സായി ആട്ടോ. ഒന്നുമില്ല, ഡക്കേ പോകാൻ വേണ്ടിട്ടാണ് ആ വരവ് വന്നത്. എൻ്റെ അമ്മ നിപ്പ കണ്ട എല്ലാം അറിയുവോ? ഇപ്പൊ ഫുഡിന്റെ ഐറ്റം ഒക്കെ ആണെങ്കിൽ നെവിനൊക്കെ തകർത്തേനെ. ഫുഡുകാരിയൊക്കെ ആണെങ്കിൽ അവൻ 6 അല്ല, അതൊക്കെ മേലെ കൊണ്ടുപോയേനെ. ഒന്നുമില്ല ഗൈസ്, ഒന്നും പറയില്ല. ഡക്കയിലാണ് പോയേക്കുന്നത്. നമുക്ക് ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട്. നമുക്ക് വേറൊന്നുകൂടെ കാണാം. ഇതായിരുന്നു നമ്മുടെ തസ്നി ചേച്ചിയല്ലേ ബാക്കില് കീപ്പറായിട്ട് നിൽക്കുന്ന നെവിനാണ്. എറിയുന്നത് നമ്മുടെ സ്വന്തം സാബുമാനാണ്. പോയി എന്താ ഗൈസ്, പാവത്തിന് ബാറ്റ് പൊക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഒരുപാട് റീലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ രേണു ചേച്ചി ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ ഒരു ഈ ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞിട്ട് വേറെ എന്തോ പ്രോഗ്രാം, ഫാഷൻ ഷോയോ ഡാൻസ് പാട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മെയിനായിട്ട് ഇപ്പം ഇൻസ്റ്റഗ്രാം തുറന്നാലുള്ളത്. അപ്പം എനിക്ക് ജസ്റ്റ് അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ലവ് യു ഓൾ. അപ്പം ചെറുതായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.